ദാ ഇതും തെരുവ് നായയിൽപ്പെട്ട ഒന്നാണ്. ഈ നായിക്കും ആരും കൊടുക്കാൻ ഇപ്പോൾ ഫുഡൊന്നും ആരും കൊടുക്കില്ല. ഞാനിപ്പോൾ ഒരു പാത്രം നിറച്ച് ചോറ് കൊടുത്ത് തിന്ന് തീർന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഓർത്തത്. അപ്പോൾ അതിവിടെ ഇത്രയും നേരം നമ്മുടെ മുറ്റത്താണ് വന്ന് കിടക്കുന്നത്. അതിനൊക്കെ ആര് കൊടുക്കാൻ? ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഒരു പിടി ആഹാരം പോലും ഇതിനൊന്നും ആരും കൊടുക്കാറില്ല. അതിൻ്റെ വയറ് കണ്ടില്ലേ, അങ്ങ് ഒട്ടി, അങ്ങ് എന്താ പറയേണ്ടത്, പാവം തോന്നി. അപ്പം ഇത്തിരി ചോറും കൊണ്ടുവന്ന് കൊടുത്ത് തിന്ന് തീർന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. വാ, നമ്മുടെ കുട്ടായി എവിടെ വാടാ കുട്ടായിയെ, വാ കുട്ടായി. ഫുഡ് മൊത്തം അത് കഴിച്ച് തീർത്ത്. ആയിക്കോട്ടെ, ഒരു പിടി ചോറായാലും അതിൻ്റെ വയറ് അതിനൊരു ആശ്വാസമായിട്ടേ. നമുക്ക് നിറയെ കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അതിന് കുറച്ചൊന്ന് ആശ്വാസമാവാൻ അതിന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയല്ല ഒരുപാട് നായ്ക്കൾ ഈ പരിസരത്ത് ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ റിച്ചു എന്ന് പേരായ ആ പട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരം ഇവിടുത്തെ നായയാണ്. അപ്പോൾ അവൻ എപ്പോഴും വരാറുണ്ട്. അവനാണ് മിക്ക ദിവസവും ഫുഡ് കിട്ടുന്നത്. ഇതിനൊക്കെ നമ്മൾ ആഹാരം രാത്രി ഇവർ ആണ് ആ റോഡ് സൈഡിൽ, ഈ റോഡിൽ എപ്പോഴും ഇവർ അവിടെ കാവലായിട്ട് നിൽക്കും. കുറേ എണ്ണം ഉണ്ട് നായ്ക്കൾ. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് ബാലൻസ് വരുന്ന ഫുഡൊക്കെ കൊണ്ടുവന്ന് നമ്മൾ റോഡിൻ്റെ ഭാഗത്ത് ഇല മുറിച്ചിട്ടിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കും. അപ്പം ഞാൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്, അല്ലാതെ വേറെ ഒരു വീട്ടുകാരും ഇവർക്കാർക്കും ഒരു ഭക്ഷണം പോലും ദാഹിച്ച വെള്ളം പോലും കൊടുക്കാറില്ല. പിന്നെ നമ്മൾ കൊടുക്കാത്തവർ കൊടുക്കണ്ട, കൊടുക്കുന്നവർ കൊടുക്കട്ടെ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയല്ല. എന്നാലും അതിനെയൊക്കെ വയറൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമമാണ്. നമ്മൾ 3 നേരം ആഹാരവും കഴിച്ച് വയറുമൊക്കെ ഇതായിട്ടിരിക്കുമ്പോൾ അതൊക്കെ ഒരു നേരം പോലും കഴിക്കാതെ ഇങ്ങനെ വീട്ടുപടിക്കൽ വന്ന് കാവൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഹൃദയമുള്ളവർക്ക് എന്തായാലും സഹിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമുക്കത് മാത്രം നോക്കിയാൽ മതിയല്ലോ. കിടന്നോ കാത്തു, മക്കൾ കിടന്നോ. കണ്ട വാലടിക്കുന്നുണ്ട്, ആ കൊടുത്തതിൻ്റെ നന്ദിയാണ്. കാത്തു അവിടെ കിടന്നോ കേട്ടാ. ഇനി ബാ, മക്കളവിടെ കിടന്നോ. കിടന്നോ. കാത്തു കഴിച്ച് തീർന്നു. അപ്പോൾ അതിൻ്റെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കുമല്ല, നമ്മളെ കാക്ക തമ്പുരാട്ടിമാർ അടുത്ത തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നു, നമുക്കും കുറച്ച് ചോറ് തരണേ എന്ന്. അപ്പോൾ അവർക്കും കൂടി കുറച്ച് ചോറ് ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരും വന്ന് കഴിക്കുകയാണ്. എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ കണ്ടില്ലേ, അവർക്കും ഡെയിലി ഇതേ സമയത്ത് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്.